ബഹുമാനപ്പെട്ട കുര്യാച്ചൻ സാറിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം. സാറ് സഭയിൽ ശ്രദ്ധേയമായ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്. സ്കൂളിൽ മാത്രമല്ല, അതിരൂപതയുടെ കാര്യങ്ങളിലെല്ലാം ബദ്ധശ്രദ്ധനായി നടക്കുന്ന ആളാണ്. തീർച്ചയായും ഈ ധ്യാനത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സാറിനും അറിയാവുന്നതാണ്. ഇന്ന് പരക്കെ വൈദികരുൾപ്പെടെ പറയുന്ന ഒരു ആക്ഷേപമുണ്ട്. ഈ വിവാഹമൊരുക്ക ധ്യാനമൊക്കെ നടത്തിയിട്ട് പിന്നെയും ഡൈവോഴ്സ് ഉണ്ടാകുന്നില്ലേ? ഇത്രയും ക്രമീകൃതമായിട്ട് നമ്മുടെ രൂപതകളിൽ വിവാഹമൊരുക്ക ധ്യാനം നടത്തിയിട്ടും കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ പിന്നെയും കൂടുതലല്ലേ? അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വിവാഹമൊരുക്ക ധ്യാനം നടത്തിയിട്ട് വല്ല പ്രയോജനമുണ്ടോ? സാറ് ഒരു കുടുംബനാഥനാണ്, ശ്രദ്ധേയനായ അൽമായനാണ്. സാറിൻ്റെ അഭിപ്രായം എന്താണ് അതിനെക്കുറിച്ച്? അച്ഛനിവിടെ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെടുത്തുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഈ 25 വർഷത്തിന് മുമ്പും പിമ്പും തമ്മിലുള്ള അവസ്ഥയിലുണ്ടായൊരു മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യം ഉന്നയിക്കാൻ ആഗ്രഹിക്കുക. എനിക്ക് തോന്നുന്നത് 25 വർഷത്തിന് മുമ്പ് ദാമ്പത്യ വിജ്ഞാന കോഴ്സുകൾ നടക്കുന്നുണ്ട്. അത് കുടുംബങ്ങളിലും ഇടവകളിലുമായിരുന്നു. യഥാർത്ഥത്തിൽ നല്ല കുടുംബങ്ങളിലെല്ലാം കുറേയേറെ കുടുംബജീവിതങ്ങൾ കണ്ടു വളരാൻ കുട്ടികൾക്ക്, യുവാക്കൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ പോരായ്മകളും പരാധീനതകളും അവർ കണ്ടറിഞ്ഞിരുന്നു. അവരുടെ കുടുംബജീവിതത്തിൻ്റെ മെറിറ്റും കണ്ടറിഞ്ഞിരുന്നു. ഇനി അല്ലെങ്കിൽ വീടിൽ നിന്ന് തന്നെ ഇത് കിട്ടുന്നില്ല എങ്കിൽ ഇടവകയിലേക്ക് നോക്കാൻ അവർക്ക് സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ തലമുറ, ഈ വളർന്നു വരുന്ന തലമുറയുടെ ഒരു വ്യതിയാനം നമ്മൾ കാണുന്നത്, ഇവർക്ക് ഇത്തരം റോൾ മോഡൽസ് എങ്ങുമില്ല. ഒരുപക്ഷെ ഈ ന്യൂക്ലിയർ ഫാമിലിയിൽ ജീവിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അപ്പനും അമ്മയ്ക്കും ജോലിയുള്ളവരാണ്. അവർ ജോലി കഴിഞ്ഞ് ഏതെങ്കിലും സമയത്ത് വരുന്നു. അവരുടെ ജീവിതം ഒന്ന് കാണാൻ ഈ കുട്ടികൾക്ക് അവസരം കിട്ടുന്നില്ല. ഈ തലമുറയുടെ പ്രത്യേകത. ബാഹ്യമായി ഇടവകയിലേക്ക് ഇറങ്ങിയോ അടുത്തുള്ള വീടുകളിലേക്ക് നോക്കാൻ പോലും സമയമില്ല. അങ്ങനെ നോക്കാനും പഠിക്കാനും സമയമില്ലാതെ അനുഭവങ്ങൾ കിട്ടാതെ വരുന്ന ഒരു തലമുറയാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. അപ്പം ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ 3 ദിവസത്തെ ഒരു പരിശീലനം കിട്ടുന്നുവെങ്കിൽ അത് മഹാഭാഗ്യമായി കരുതാവുന്നതാണ്. കുറേയേറെ ഇവിടെ പരാമർശിക്കപ്പെടുന്ന വിഷയങ്ങൾ, ഉദാഹരണങ്ങൾ, സംഭവങ്ങൾ, ഇതൊക്കെ തീർച്ചയായും ഈ ജീവിതത്തിലേക്ക് കടക്കാൻ അടുത്ത് നിൽക്കുന്ന കാലയളവിൽ ഇവരുടെ മനസ്സിനെ എത്രത്തോളം സ്വാധീനിക്കും, അവരുടെ ജീവിതത്തിൽ അത് എത്രത്തോളം ഈടുവയ്പായി മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ ജോജി സാറും ജേക്കബ് സാറും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഡൈവോഴ്സിലേക്ക് എത്തി നിൽക്കുന്ന കഥകൾ ഒരുപാട് നമുക്ക് പറയാനുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ഡൈവോഴ്സിലേക്ക് പോകാതെ കുടുംബത്തിനുള്ളിൽ തന്നെ വീർപ്പ് മുട്ടിക്കഴിയുന്ന കുടുംബനാഥന്മാരുടെയും നാഥമാരുടെയും അവസ്ഥ, ഇതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്ന കുട്ടികളുടെ അവസ്ഥ, പക്ഷേ ഞങ്ങൾ ഏറ്റവും അനുഭവിച്ചറിയുന്ന ഒരു വിഷയമാണത്. നമ്മളുടെ മുമ്പിൽ വരുന്ന കുട്ടികളിൽ, പ്രത്യേകിച്ചും സ്കൂളിൽ വരുന്ന കുട്ടികളിൽ, കോളേജിൽ ചെല്ലുമ്പോഴേക്കും ഇവർ കുറച്ചുകൂടി ബാലൻസ്ഡ് ആകുമെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്ന് മുഖം മറയ്ക്കാനുള്ള ശ്രമം ഉണ്ടാകും. പക്ഷേ നമ്മളുടെ മുമ്പിലെത്തുന്ന കുട്ടികളിലൂടെ നമുക്ക് പേരൻസിനെ കാണാം, അവരുടെ കുടുംബജീവിതം കാണാം. പ്രശ്നങ്ങളുണ്ടാക്കുന്ന കുട്ടിയെ വേറെ ഒന്നും അന്വേഷിക്കണ്ട. അവരുടെ കുടുംബത്തിൽ താളം തെറ്റുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ വേറെ ഒരു മാർഗവും വേണ്ട. നമ്മളുടെ മുമ്പിലേക്ക് വളരെ സ്നേഹത്തോടെ എത്തുന്ന അപ്പനും അമ്മയായിരിക്കും. പക്ഷെ അവരുടെ കുട്ടിയെ നോക്കിക്കൊണ്ട് നമുക്കറിയാം ഇവരുടെ ജീവിതത്തിൽ താളം തെറ്റിയിരിക്കുന്നു എന്ന്. അപ്പോൾ ആ ഒരവസ്ഥയിൽ ഞാൻ പൊതുവെ പറയുമ്പോൾ ഈ ഡൈവോഴ്സിലേക്ക് പോകുന്ന സംഭവങ്ങളെക്കാൾ കൂടുതലാണ് അകത്ത് തന്നെ വീർപ്പ് മുട്ടിക്കഴിയുന്ന ജീവിതങ്ങൾ. ഇവിടെയൊക്കെ ഇത്തരം പരിശീലനങ്ങളും അതിൻ്റെ തുടർ പരിശീലനങ്ങളും, കോഴ്സ് കഴിയുമ്പോൾ എല്ലാ ബാച്ചിൽ നിന്നും ഉണ്ടാകുന്ന ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും ഇതിന് തുടർ പരിശീലനം വേണം. പക്ഷേ 5 വർഷം കഴിഞ്ഞൊരു തുടർ പരിശീലനത്തിന് വിളിച്ചാൽ വരാൻ കഴിയുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യഗ്രതകളും അതുപോലെയാണ്, കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എങ്കിൽ പോലും പരിശീലനങ്ങളും തുടർ പരിശീലനങ്ങളും അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. ഇത്തരം പരിശീലനങ്ങൾ നമുക്കേറെ ഗുണകരമായി തീരുന്നെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടുത്തയിട വിവാഹപൂർവ്വ ധ്യാനത്തിൽ കൂടിയ ആളാണ് ബഹുമാനപ്പെട്ട ടോം സാർ. ടോം സാറിനെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുക കൂടി ചെയ്യുന്നു. കാരണം ചങ്ങനാശ്ശേരി അതിരൂപതയിൽ വിവാഹാനന്തര ധ്യാനം, പോസ്റ്റ് മാരിറ്റൽ റിട്രീറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ പങ്കെടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ടോം സാറിനോട് പറഞ്ഞപ്പോൾ സമയമില്ലായിരുന്നെങ്കിൽ പോലും അദ്ദേഹം ഭാര്യയുമായിട്ട് വന്ന് കൂടുകയുണ്ടായി. എന്നോട് അത് കഴിഞ്ഞ് ഫോൺ മാർഗം അദ്ദേഹം അതിനെക്കുറിച്ചുള്ള അഭിപ്രായവും പറഞ്ഞു. ആ വിവാഹാനന്തര ധ്യാനം തലേദിവസം വൈകുന്നേരം തുടങ്ങി പിറ്റേന്ന് വൈകുന്നേരം തീർന്നതാണ്. വിവാഹപൂർവ്വ ധ്യാനം 3 ദിവസമാണ്, മറ്റേത് ഒരു രാത്രിയും ഒരു പകലും ഉള്ളൂ.
കുര്യാച്ചൻ സാറ് പറഞ്ഞു നിർത്തിയത് ഇതിൻ്റെ തുടർ പരിശീലനം വേണമെന്നാണ്. വിവാഹ ഒരുക്ക ധ്യാനത്തെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ തുടർ പരിശീലനത്തെക്കുറിച്ചും തീർച്ചയായിട്ടും ടോം സാറിന് പറയാൻ പറ്റും. കാരണം തൊട്ടടുത്താണ് ഇത് രണ്ടിലും കൂടിയത്. സാറിൻ്റെ അഭിപ്രായം ഈ ധ്യാനത്തെക്കുറിച്ച്, വിവാഹാനന്തര ധ്യാനത്തെക്കുറിച്ച്, തുടർ പരിശീലന പരിപാടിയെക്കുറിച്ചൊക്കെ എന്താണ്? വിവാഹ ഒരുക്ക ധ്യാനം എന്ന് പറയുന്നത് കത്തോലിക്ക സഭ ഇങ്ങനെ കൊടുക്കുന്നത് കൃത്യമായിട്ടും അത്യന്താപേക്ഷിതമാണ്. സമൂഹം ഇത് മറ്റ് മേഖലകൾ, മറ്റ് സമുദായങ്ങൾ, മത വിഭാഗങ്ങളൊക്കെ ഇത് പകർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് ഇന്ന് സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് അതിനെ തുടർന്ന് ഈ കോഴ്സ് കഴിയുമ്പോൾ തന്നെ എല്ലാവരും, ഞങ്ങളുടെ കോഴ്സിലുണ്ടായിരുന്ന ഏകദേശം 300-ൽ പരം ആൾക്കാരുണ്ടായിരുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നും മറ്റേ തലശ്ശേരി രൂപതയിൽ നിന്നും പാലാ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ നിന്നും ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കോഴ്സിലുണ്ടായിരുന്നവരുണ്ടായിരുന്നു. അവരെല്ലാം ആവശ്യപ്പെട്ടിരുന്നത്, ഒരേ സ്വരത്തിൽ പറഞ്ഞത്, കോഴ്സിന് ശേഷം ഇതിനൊരു ഫോളോ അപ്പ് ഉണ്ടാവണം. അപ്പം കുര്യാച്ചൻ സാർ മുമ്പേ സംസാരിച്ചപ്പോഴേ ഒരു 6 മാസം കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ ഒന്ന് വിളിക്കാൻ ശ്രമിക്കുമ്പോൾ, കോട്ടലച്ചനാണെങ്കിൽ ശരിക്കും അത് അനുഭവസ്ഥനാണ്. വിളിക്കാൻ ശ്രമിക്കുമ്പോൾ പലർക്കും അവരുടേതായ ജീവിത വ്യഗ്രതയിൽപ്പെട്ട് പലപ്പോഴും ഒന്നിച്ചു കൂടാനുള്ള അവസരമില്ല. പക്ഷേ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രയോജനം ചെയ്യുന്നതാണ്. കാരണം ഞങ്ങൾ തിരക്കിനിടയിലാണെങ്കിലും അച്ഛനിങ്ങനെ പേഴ്സണലായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് അതിൽ പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹത്തോട് തന്നെ ഞാൻ ആ കോഴ്സിൽ പങ്കെടുത്തപ്പോൾ തന്നെ അന്ന് പങ്കെടുക്കാനായിട്ട്, ഇനിയും തുടർ പരിശീലനത്തിന് പങ്കെടുക്കുവാനായിട്ട് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിരുന്നു. അതനുസരിച്ചാണ് അവിടുന്ന് വിളിച്ചിരുന്നത്. വിളിച്ചപ്പോൾ പങ്കെടുത്തപ്പോൾ കൂടുതൽ പ്രയോജനകരമായി. കാരണം നമ്മുടെ ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ, വിവാഹത്തിന് ശേഷം വന്ന 2 മാസത്തിനുള്ളിലെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ കുടുംബജീവിതത്തിലെ ഇതുവരെ ഉണ്ടായിരുന്ന 2 മാസത്തിലുണ്ടായിരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുന്നതിനും അതിന് എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ കാണിച്ചു തരുന്നതിനുമൊക്കെയായിട്ട് നല്ലൊരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്കും പ്രവർത്തനങ്ങൾക്കും പഠനത്തിനുമൊക്കെയുള്ള സുവർണ അവസരമാണ് ഈ തുടർ പരിശീലനങ്ങളിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് ഞാൻ കൃതാർത്ഥനാണ്, സന്തോഷവാനാണ്. ഈ വിവാഹ ഒരുക്ക ധ്യാനത്തോട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വലിയ പ്രബോധനം നമ്മൾ ഓർക്കണം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ കുടുംബം ഒരു കൂട്ടായ്മ എന്നുള്ള ചാക്രിക ലേഖനത്തിൽ വിവാഹത്തിലേക്ക് കടന്നു പോകുന്ന ആളുകൾ നടത്തേണ്ട 3 ഘട്ടങ്ങളിലെ ഒരുക്കത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അകന്ന ഒരുക്കം, അടുത്ത ഒരുക്കം, ഏറ്റവും അടുത്ത ഒരുക്കം. റിമോട്ട് പ്രിപ്പറേഷൻ, പ്രോക്സിമേറ്റ് പ്രിപ്പറേഷൻ ആൻഡ് ഇമ്മീഡിയറ്റ് പ്രിപ്പറേഷൻ. ഈ അകന്ന ഒരുക്കം നടത്തേണ്ടത് ഒരാൾ അവൻ്റെ കുട്ടിക്കാലത്താണെന്ന് പറയും. അടുത്ത ഒരുക്കം നടത്തേണ്ടത് അവൻ യൗവനത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. ഏറ്റവും അടുത്ത ഒരുക്കം നടത്തേണ്ടത് കല്യാണപ്രായം എത്തുമ്പോഴാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും അടുത്ത ഒരുക്കം മാത്രമാണ്. കതിരെ കൊണ്ട് വളം വെക്കുന്ന രീതിയാണ് ഇപ്പം ചെയ്യുന്നത്. വിവാഹാനന്തര ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പ്രസക്തമാണ് ഇത്തിരി നേരത്തെ ഇതിനുള്ള ഒരു പരിശീലനം കൊടുക്കാൻ പറ്റണം. നല്ല ഒരു കുടുംബജീവിതത്തിന് വേണ്ടിയിട്ട് കുട്ടിക്കാലത്ത് തന്നെ അവളെ രൂപപ്പെടുത്താൻ സാധിച്ചാൽ തീർച്ചയായും നല്ല കുടുംബങ്ങൾക്ക് രൂപം കൊടുക്കാൻ സാധിക്കും. ഞാൻ മുമ്പേ കുര്യാച്ചൻ സാറിനോട് പറഞ്ഞ ഒരു വിഷയം അതായിരുന്നു. അച്ഛന്മാരും മറ്റുള്ളവരും ആക്ഷേപിക്കുന്നു, ഇത്രയൊക്കെ ഒരുക്കം നടത്തിയിട്ടും പിന്നെയും ഡൈവോഴ്സ് ഉണ്ടാകുന്നല്ലോ, പിന്നെയും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നല്ലോ. തീർച്ചയായിട്ടും അതിനുള്ള ഒരു ഒറ്റ പരിഹാരം വിവാഹ ഒരുക്ക ധ്യാനം അല്ല. മുമ്പേ ആ ഒരു ഒരുക്കം തുടങ്ങാൻ പറ്റണം. അത് മുമ്പ് നിങ്ങളിൽ പലരും പറഞ്ഞതുപോലെ സഭയുടെ നേതൃത്വത്തിൽ മാത്രമല്ല നടക്കേണ്ടത്, കുടുംബത്തിലും നടക്കേണ്ടതാണ്. രേഖ ടീച്ചർ അത് പ്രത്യേകം സൂചിപ്പിച്ചു. കുടുംബ പ്രേക്ഷിത രംഗത്ത് വളരെ ശ്രദ്ധേയമായ ചുവടുവയ്പ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട ജോസ് കൈലാത്ത്. വർഷങ്ങളായി പിതൃവേദിയുടെ അതിരൂപത പ്രസിഡൻറ്റും ഒക്കെ ആയിട്ട് അദ്ദേഹം സേവനം ചെയ്തുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒത്തിരിയേറെ കുടുംബ കാഴ്ചപ്പാടുണ്ട്. എനിക്ക് ബഹുമാനപ്പെട്ട ജോസ് കൈലാത്തിനോട് ചോദിക്കാനുള്ളത്, വർഷങ്ങളായി ഈ വിവാഹ ഒരുക്ക ധ്യാനത്തെയൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണല്ലോ, ഈ വിവാഹ ഒരുക്ക ധ്യാനത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇത്രയും വർഷങ്ങൾ ഇതിൽ പങ്കെടുത്ത ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ട്, അതിൽ ക്ലാസ്സുകൾ കൊടുക്കുന്ന ആളുകളോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പാഠ്യ വിഷയങ്ങൾ എന്താണെന്ന് തീർച്ചയായിട്ടും ജോസ് കൈലാത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താണ് ഈ വിവാഹ ഒരുക്ക ധ്യാനത്തിൻ്റെ പ്രയോജനങ്ങൾ? ഇത് അച്ഛൻ പറയുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞോളട്ടെ. ഞാൻ ഈ വിവാഹ ഒരുക്ക ധ്യാനം കുഴിയിട്ട് കല്യാണം കഴിച്ച ആളല്ല. കാരണം ഞാൻ കഴിക്കുന്ന കാലത്ത് ഇതൊന്നുമില്ല. ഞാൻ ഇടവകയിലെ വൈദികൻ്റെ അടുക്കൽ പോയി
നമ്മൾ വേദപാഠം കേൾപ്പിച്ച് പഠിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ഞാൻ കണ്ടിടത്തോളം, ഞാൻ ഇത്രയും വർഷത്തെ എൻ്റെ പഠനം ഞാനത് മനസ്സിലാക്കിയിടത്തോളം, അന്ന് എൻ്റെ സമപ്രായക്കാരെ വിവാഹം കഴിച്ച ഒരൊറ്റ എണ്ണത്തിൻ്റെ കുടുംബം പോലും അന്ന് വേർപിരിഞ്ഞു പോകേണ്ടതോ ഒരു പ്രശ്നമുള്ള ഒരു കുടുംബമൊന്നും നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ അച്ഛൻ പറയണതൊക്കെ ഞാൻ ഡെയിലി ഈ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഡെയിലി പ്രശ്നങ്ങളിൽപ്പെട്ട ഒത്തിരി കുടുംബങ്ങളെക്കുറിച്ച് പഠിച്ചു, ഒത്തിരി കുടുംബങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടും ഒക്കെയുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ എനിക്ക് ഏകദേശം നമുക്ക് അതിൻ്റെ കാര്യം പിടികിട്ടി. പക്ഷേ ഇത് പറഞ്ഞത്, അച്ഛൻ പറഞ്ഞതിനോടൊപ്പം ഞാൻ പറയുന്നു, ഇത് വിവാഹോരുക്ക സെമിനാർ എന്ന് പറയുന്നത് അവസാനത്തെ കയ്യാണ്. ഇതുകൊണ്ട് മാത്രം ഒന്നും ഒരു കുടുംബം രക്ഷപ്പെടുവിക്കുമെന്നോ അല്ലെങ്കിൽ അവൻ ഇതുകൊണ്ടെല്ലാം നാളെ മുതൽ അവർ നല്ല രീതിയിൽ കല്യാണം കഴിച്ച് കുടുംബജീവിതം സുഖസുന്ദരമായിട്ട് പോകുന്ന ആരും വിചാരിക്കേണ്ട. അത് വെറും മിഥ്യാബോധത്തിൽപ്പെടുന്ന ഒരു കാര്യമാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നവനല്ല. പക്ഷേ ഒരു ശരിയായ രീതിയിൽ ഒരു കുടുംബം, ഒരു മാതൃകാ കുടുംബം ഈ ഭൂമിയിൽ ജനിക്കണമെങ്കിൽ അത് അവൻ്റെ കുടുംബത്തിൽ നിന്ന്, കുര്യാച്ചൻ സാറൊക്കെ പറഞ്ഞ രീതിയിൽ അത് കുടുംബത്തിൽ നിന്ന് അവൻ്റെ മാതാപിതാക്കളെ കണ്ട് പഠിക്കണം. അങ്ങനെ പഠിച്ചു വളർന്നു വരുന്ന ഒരു പുരുഷനും ഒരു സ്ത്രീക്കും മാത്രമേ യഥാർത്ഥത്തിൽ നല്ലൊരു കുടുംബജീവിതം കാഴ്ചവെക്കാനൊക്കത്തുള്ളൂ. ഇത് നമ്മൾ ആദ്യമേ അവസാനം അച്ഛൻ പറഞ്ഞത്, അച്ഛനും മറ്റ് സാറുമാരും പറഞ്ഞ പോലെ ഇത് അവസാനം കൊണ്ടുവെക്കുന്ന ഒരു പരിപാടിയാണ് ഈ 3 ദിവസത്തെ വിവാഹോരുക്ക സെമിനാർ. അത് ഞാനിപ്പം പറയുന്നു, ഈ 3 ദിവസത്തെ വിവാഹോരുക്ക സെമിനാർ നടത്തിക്കഴിഞ്ഞ് നമ്മൾ രണ്ടാമതെന്ന് വിളിച്ചാൽ എത്ര പേര് വരും? അവനതോടെ കഴിഞ്ഞു, അതിൻ്റെ ആ ചാപ്റ്റർ അവൻ കഴിഞ്ഞു. അവൻ ചിലരുടെ മനസ്സിൽ ഇത് കൊള്ളും, ചിലരുടെ മനസ്സിൽ ഇത് കൊള്ളത്തില്ല. പക്ഷേ ഒരു കാര്യം അത്യാവശ്യമാണ്. പക്ഷേ നമ്മളൊരു ധ്യാനം നടത്തുമ്പോൾ 1000ങ്ങളെയും 10,000ങ്ങളെയും വിളിച്ച് നമ്മൾ ധ്യാനം നടത്തുന്നു. നമ്മളൊരു ധ്യാനം നടത്തുമ്പോൾ അതിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ നമ്മുടെ സഭ രക്ഷപ്പെടും എന്ന് പറഞ്ഞ ഒരു കാഴ്ചപ്പാടിലേ ഞാൻ കാണുന്നുള്ളൂ. ഒരു വിവാഹോരുക്ക സെമിനാർ നടത്തുമ്പോൾ അതിൽ 2 or 3 കുടുംബങ്ങൾ നല്ല ഒരു യേശുവിൻ്റെ നസ്രത്തിലെ ഒരു തിരുക്കുടുംബം നമുക്ക് ഈ ഭൂമിയിൽ ഉണ്ടായാൽ അത് നമ്മുടെ സഭ രക്ഷപ്പെടും. ഞാൻ അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്ന ആളാണ്. കാരണം ഞാൻ ഇപ്പോൾ 10-15 വർഷത്തോളമായി ഫാമിലി അപ്പസ്തോലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ഒത്തിരി ധ്യാനങ്ങൾ ഇങ്ങനെ കണ്ടിട്ട് ഒത്തിരി വരുന്ന കുട്ടികളെ കാണുന്നുണ്ട്. ഈ ഒത്തിരി പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നതാണ്. പക്ഷെ നമ്മുടെ ഈ സമൂഹം എങ്ങനെ പോകുന്നു? പക്ഷേ ഒരു കാര്യം വളരെ എനിക്ക് പറയാനുള്ളത്, ഇത് തീർച്ചയായിട്ടും ഇത് പോകണം. ഞാനിത് പറഞ്ഞെങ്കിൽ കൂടിയും ഇത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഒരു കുടുംബത്തെ നമ്മുടെ സഭയ്ക്ക് കിട്ടത്തുള്ളെങ്കിലും അല്ല 2 കുടുംബത്തെ കിട്ടത്തുള്ളെങ്കിലും അത് നമുക്ക് അത്യാവശ്യമാണ്. നമ്മൾ കാരണം ആ ഒരു കുടുംബം നഷ്ടപ്പെടാൻ ഇടയുണ്ടാകല്ലേ. ആ ഒരു കുടുംബം നമുക്ക് വേണം. അതേ രീതിയിൽ ഇത് വളരെ കരുതലോടെ ഇത് നമ്മൾ കൊണ്ടുപോകണം. ജോജി അടുത്ത ഇടയ്ക്ക് വിവാഹോരുക്ക ധ്യാനത്തിൽ കൂടിയ ആളാണ്. യുവജന പ്രേക്ഷിത രംഗത്ത് വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ആളാണ്. ബഹുമാനപ്പെട്ട ജോസ് കൈലാത്ത് പറഞ്ഞു, കുടുംബത്തിലെ പരിശീലനമാണ് പ്രധാനപ്പെട്ടത്. തീർച്ചയായും ഈ വിവാഹോരുക്ക ധ്യാനം പ്രധാനപ്പെട്ടതാണ്, എന്നാൽ കുടുംബത്തിലെ പരിശീലനമാണ് പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞു. ജോജി എങ്ങനെ കാണുന്നു? എനിക്കറിയാം ജോജിക്ക് നല്ല ഒരു കുടുംബാന്തരീക്ഷത്തിൽ വളരാൻ സാധിച്ചിട്ടുള്ള ആളാണ്. അതിനുശേഷം വിവാഹോരുക്ക ധ്യാനത്തിലേക്ക് വന്നപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഗുണം ഉണ്ടായോ? എന്താ വ്യക്തിപരമായ അഭിപ്രായം? ജോസ് സാറ് വിവാഹോരുക്ക ധ്യാനത്തിൽ കൂടിയിട്ടില്ല എന്ന് പറഞ്ഞു, തൊട്ടടുത്ത ധ്യാനത്തിൽ കൂടിയ ആളാണ്. നല്ലൊരു കുടുംബത്തിൽ ജനിച്ചു വളർന്നു. അത് കഴിഞ്ഞിട്ട് വിവാഹത്തിലേക്ക് വന്നപ്പോൾ ഈ പരിശീലന പരിപാടി എത്ര കണ്ട് സഹായിച്ചു? തീർച്ചയായിട്ടും വിവാഹ ജീവിതത്തെക്കുറിച്ച് വ്യത്യസ്തമായ ചില കാഴ്ചപ്പാടുകളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് അതിനോട് അനുബന്ധിച്ച് തന്നെ പറയാനുള്ളത്, ഞാൻ കുറേ കാലം യുവജനങ്ങളോടൊപ്പം ശുശ്രൂഷ ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് പറയുകയാണ്. വികലമായ കാഴ്ചപ്പാടുകളും സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടുന്ന ചില ധാരണകളും വെച്ചുകൊണ്ടാണ് വിവാഹ ജീവിതത്തെ സമീപിക്കാനായിട്ട് പലരും ശ്രമിക്കുക. യുവജനങ്ങൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരുപക്ഷെ അമ്മമാരോട് സമീപിക്കാൻ പറ്റും. പക്ഷേ ഒരു കാരണവശാലും ഒരു ആൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു യുവാവിന് തൻ്റെ മാതാവിനോടോ പിതാവിനോടോ സഹോദരങ്ങളോടോ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു തലമാണിത്. പലപ്പോഴും ആ ഒരു കുറവ് ഒരു വലിയ കുറവ് തന്നെയാണ്. അത് ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കുന്നത് വിവാഹോരുക്ക ധ്യാനത്തിലൂടെ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ യുവജന പ്രേക്ഷിത രംഗത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് ചില കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. ഞാൻ ഈ കാര്യത്തിൽ വളരെ പെർഫെക്റ്റ് ആണെന്നൊരു തോന്നലൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ വിവാഹോരുക്ക ധ്യാനത്തിൽ 3 ദിവസം കൂടിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ കണ്ടത്, ഞാൻ അറിഞ്ഞത്, ഞാൻ കേട്ടത് അതല്ല ശരി. ഇനിയും ഏറെ മാറേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇവിടുത്തെ ക്ലാസ്സുകൾ ഒത്തിരിയേറെ ഗുണം ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് തോന്നുക, പലപ്പോഴും പല യുവജനങ്ങളെയും വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിക്കുന്ന യുവജനങ്ങളെക്കുറിച്ച് അവരുടെ മാതാപിതാക്കളും ബന്ധുക്കളും പറയുന്ന, ഇവനെ ഒരു കല്യാണം കഴിപ്പിച്ച ഇവൻ ശരിയായിക്കോളും. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം വിവാഹോരുക്ക ധ്യാനത്തിൽ വന്ന
പല സുഹൃത്തുക്കളും എന്നോടൊപ്പം എൻ്റെ ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളൊക്കെ ഞങ്ങൾ ചില കാര്യങ്ങൾ ഇതിവിടെ ചർച്ചയിൽ പങ്കുവെച്ചപ്പോൾ അവരൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ അറിഞ്ഞതിലും കേട്ടതിലുമൊക്കെ വെച്ച് ഇനിയും ഒത്തിരിയേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതശൈലിയിലേക്കാണ് പോകേണ്ടത് എന്നുള്ളത് ഇവിടെ ഒരു ചർച്ചയിലൂടെ വന്നപ്പോൾ അത് മനസ്സിലായി. ഈ 3 ദിവസത്തെ ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞതല്ല യഥാർത്ഥ ജീവിതം, അല്ലെങ്കിൽ ഞാൻ കണ്ടതല്ല. ഒരുപക്ഷെ ആദ്യമേ ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട അച്ഛൻ തന്നെ പറഞ്ഞു, വിവാഹ ജീവിതത്തിലേക്കൊന്നും കടക്കാതെ വൈദികരെങ്ങനെ ക്ലാസ് എടുക്കും. എനിക്ക് അതിനെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു തോന്നിയത് ഇതാണ്. സാധാരണ ഡോക്ടർമാർ ചികിത്സിക്കുമ്പോൾ അവർക്ക് ആ രോഗം വന്ന് അവർ സുഖപ്പെട്ട് ചികിത്സിക്കുകയല്ല, ഒത്തിരി പേരെ ചികിത്സിച്ചും അതിൻ്റെ പഠനങ്ങളിലും നടത്തിയാണ് അവർ ചികിത്സയിലേക്ക് നയിക്കുക. അതുപോലെ തന്നെ എനിക്ക് പറയാനായിട്ട് സാധിക്കും, അല്പം കൂടെ എല്ലാവർക്കും ഒരു കൗൺസിലിംഗ്, എല്ലാവർക്കും തന്നെ, അതായത് ഈ വിവാഹോരുക്ക ധ്യാനത്തിലേക്ക് കടന്നു വരുന്ന യുവാക്കന്മാർക്കും യുവതികൾക്കുമെല്ലാം ഒരു കൗൺസിലിംഗ് നിർബന്ധപൂർവമായിട്ട് നടത്തണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ജോജി അവസാനം പറഞ്ഞ ആ കാര്യം നമ്മൾ ഗൗരവമായ പരിഗണനയ്ക്കെടുത്തു. നമ്മുടെ വിവാഹോരുക്ക ധ്യാനത്തിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഒരു വ്യക്തിപരമായ സംസാരത്തിന്, ഒരു തുറവിക്ക് നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. അത് സാധാരണ 2-ാം ദിവസമാണ്. സാധാരണ നമ്മൾ 100-150 പേരൊക്കെയാണ് ഈ വിവാഹോരുക്ക ധ്യാനത്തിൽ കൂടുന്നത്. 2ാമത്തെ ദിവസം 11 മണി മുതൽ 1 മണി വരെയുള്ള സമയം ഏതാണ്ട് 30ഓളം കൗൺസിലേഴ്സിനെ ഒരേപോലെ ഇരുത്തി ഇപ്പോൾ അങ്ങനെ ഒരു ശ്രദ്ധ നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം ജോജി പറഞ്ഞതുപോലെ തന്നെ വ്യക്തിപരമായ ചില തെറ്റിദ്ധാരണകൾ ഇവരുടെ മനസ്സിൽ വിവാഹത്തോട് ബന്ധപ്പെട്ട് കാണും. അതൊരു പക്ഷേ ഈ പൊതു ക്ലാസ്സുകൾ കൊടുക്കുമ്പോഴും മാറിയെന്ന് വരികയില്ല. അത് കണ്ടെത്താനായിട്ട് വ്യക്തിപരമായ ഒരു ശ്രദ്ധ വേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ കൂടെ ഇപ്പം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ. ശ്രീ ജോസ് കൈലാത്ത് ഒരു കാര്യം പറഞ്ഞതിനോട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മാത്യു കണമല സാറിൻ്റെ അഭിപ്രായം ഞാൻ ക്ഷണിക്കുകയാണ്. പണ്ട് നാളുകളിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് വിവാഹോരുക്ക ധ്യാനത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. അന്ന് അവരുടെ വിവാഹമൊന്നും വിവാഹമോചനത്തിലേക്ക് പോയുമില്ല, അവരൊക്കെ പിടിച്ചു നിന്നു. അന്നത്തെ കുടുംബങ്ങളെ ഇന്നത്തെ കുടുംബങ്ങളെയും മാത്യു സാർ എങ്ങനെ വിലയിരുത്തുന്നു? അന്നത്തെ കുടുംബങ്ങളിൽ ഡൈവോഴ്സ് നടന്നില്ല, കുറവായിരുന്നു, ഇന്ന് നടക്കുന്നു, കൂടുതലുണ്ട്. ഇത് എങ്ങനെ വിലയിരുത്താൻ പറ്റും? ശരിക്കും പറഞ്ഞാൽ ഈ പരിശീലന പരിപാടിക്ക് ഒരു പ്രതിസന്ധിയുണ്ട്. അതിൻ്റെ റിസൾട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ സൂയിസൈഡ് പ്രിവെൻഷൻ പ്രോഗ്രാം 2 വർഷം കോട്ടയത്ത് നടത്തി കഴിഞ്ഞിട്ട് ഒരാൾ ചോദിച്ചു, നിങ്ങളിത് നടത്തിക്കൊണ്ട് എത്ര പേര് ആത്മഹത്യ ചെയ്യാതിരുന്നെന്ന്. അപ്പോൾ അങ്ങനെ ഒരിക്കലും നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാൻ പറ്റുന്നതല്ല. അത് ക്വാളിറ്റേറ്റീവായിട്ട് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പരിശീലനം എപ്പോഴും അതിൻ്റെ തിന്മകൾ കുറയുന്നത് പരിശീലനത്തിൻ്റെ ഒരു ഗുണം കൊണ്ടാണ്. അച്ഛൻ ചോദിച്ച ചോദ്യം, പണ്ട് പ്രതിസന്ധികളുണ്ടായിരുന്നു, ഡിവോഴ്സുകൾ കുറവായിരുന്നു, എന്തുകൊണ്ട്? ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലത്ത് പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ കുറവായിരുന്നില്ല, പക്ഷേ പരിഹരിക്കാനുള്ള സംവിധാനം കൂടുതലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം കൂടുതലായിരുന്നു. ഒരു വീട്ടിൽ തന്നെ പല ആൾക്കാരുണ്ട്, പല ഏജ് ഗ്രൂപ്പുള്ളവരുണ്ട്. ഇത് അപ്പനും അമ്മയും മക്കളും തന്നെ ആകുമ്പോൾ മക്കളുടേതായ വേവ് ലെന്തിൽ സംസാരിക്കാൻ അപ്പനും അമ്മയ്ക്ക് പറ്റിയത് വരികയല്ല. +1 പഠിക്കുന്ന ഒരു മകൻ എൻ്റെ വീട്ടിലുണ്ട്. അവന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്നോടോ എൻ്റെ വൈഫിനോടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അതിലും സ്വാതന്ത്ര്യം ഉണ്ടായതിനെ എൻ്റെ ഒരു ആൻറ്റി വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെട്ടു പോയിരുന്നു നമ്മുടെ നാട്ടിൽ തന്നെ. ഒന്നതാണ്. 2, ടോളറൻസിന് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. സഹനത്തിന് ഒരു ആത്മീയത പണ്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ കാര്യമെല്ലാം സാധിക്കണം, എനിക്കെപ്പോഴും സന്തോഷമാകണം, ഞാൻ വിജയിക്കണം, എനിക്ക് പണം ഉണ്ടാക്കണം എന്ന സ്ഥാനത്ത് നമ്മൾ എന്ന ഫീലിംഗ് അന്ന് കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് പലരും ജീവിച്ചത് ഒരു സഹനത്തിൻ്റെ മാതൃകയായിട്ടാണ്. നമുക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ പേരൻസോ ഗ്രാൻഡ് പേരൻസോ ഒക്കെ ജീവിച്ചത് 100% സന്തോഷമായിട്ടായിരുന്നു അവരുടെ വ്യക്തി ജീവിതത്തിൽ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്കതിന് ഉത്തരം പറയാൻ പറ്റില്ല. പല തരത്തിലുള്ള മറ്റ് കാരണങ്ങൾക്ക് വേണ്ടി ജീവിച്ചു. ഇന്നിപ്പോൾ ചെറിയ കുടുംബങ്ങളായി വന്നപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം, എനിക്ക് എൻ്റെ സന്തോഷം, എൻ്റേത് എന്ന് കൂടുതലൊരു ചിന്ത വന്നപ്പോൾ നമ്മുടേത് എന്നുള്ളത് അല്പം മാറിപ്പോയി. അവിടെയാണ് പ്രതിസന്ധികൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ പ്രതിസന്ധികൾ ആരംഭിക്കുന്നത് നമ്മൾ മുന്നേ കൂട്ടി കാണുകയാണ്. ശരിക്കും വിവാഹോരുക്ക ധ്യാനത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് ക്ലാസ് എടുക്കാൻ വരുന്ന ആൾക്കാരുടെ ഐഡിയാസിന് ഒരു ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
3 ദിവസം ഇവിടെ ഇങ്ങനെ ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്ത് ജീവിക്കുന്നത് തന്നെ അതിനാൽ തന്നെ ഒരു ഹീലിംഗ് എഫക്റ്റാണ്. വേറെ ഒന്നിലും അല്ലാതെ ഇവിടെ തന്നെ ജീവിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തെ പറ്റി ഈ സ്വർണം എടുക്കുന്നത് ഏത് കട ആണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷനോ, അല്ലെങ്കിൽ ഡ്രസ്സ് എടുക്കേണ്ടത് എവിടെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷനോ, എവിടെ വെച്ച് കല്യാണം നടത്തണം എന്നുള്ളതിൻ്റെ ചർച്ചകളോ, ആരെയൊക്കെ വിളിക്കണം എന്നുള്ള ചർച്ചകളുടെ അത്രയെങ്കിലും നീ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നടക്കുന്നുണ്ടോ എന്നൊന്ന് ചോദിച്ചാൽ മതി. അത് നടത്താൻ ഇവിടെ ഈ അച്ഛന്മാരെ ഉള്ളായിരുന്നു. പണ്ട് ഇതിന് വേറെ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം പരിശീലനം ഉണ്ടായിട്ടും പ്രതിസന്ധികളുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, ഡ്രൈവിംഗ് പരിശീലനം ഉണ്ടല്ലോ ഇവിടെ, എന്നിട്ടും അപകടം കൂടുന്നത് കൊണ്ട് ഡ്രൈവിംഗ് പരിശീലനം ഇനി വേണ്ടാന്നങ്ങ് വെച്ചാൽ മതിയല്ലോ എന്ന് പറയുന്ന പോലത്തെ ഒരു മുട്ടായുക്തി പോലെ എനിക്ക് തോന്നുന്നുള്ളൂ. ശരിക്കും മദർ തെരേസയോട് ഒരിക്കൽ ചോദിച്ചൊരു ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. മദറിനോട് ഒരു ഇൻ്റർവ്യൂകാരൻ ചോദിച്ചു, മദർ ഇത്രയും കാലം കൽക്കട്ടയിൽ കിടന്ന് ഇതൊക്കെ ചെയ്തു, ഈ സമൂഹത്തിന് വല്ല മാറ്റവും ഉണ്ടായോ? മദർ വളരെ ഒരു ചെറിയൊരു ചിരിയോടുകൂടി പറഞ്ഞു, സുഹൃത്തെ, ഞാൻ ഈ സമൂഹത്തിന് ഒരു മാറ്റം ഉണ്ടാക്കാനല്ല പ്രവർത്തിച്ചത്, ഈ സമൂഹം അതിൻ്റെ നന്മകളോടുകൂടി തുടരുന്നതിനാണ്. ശരിക്കും നമ്മൾ 25 വർഷമായി ഇവിടെ ഈ നന്മകൾ ഇപ്പോഴും തുടരാൻ കാരണം ഇതൊക്കെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പഠനവും എൻ്റെ ട്രെയിനിങ്ങും എല്ലാം ഇംഗ്ലണ്ടിലായി ചെലവഴിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അവിടെയുള്ള മലയാളി സുഹൃത്തുക്കളേക്കാൾ എനിക്കുള്ളത് അവിടുത്തെ യുവജനങ്ങളും അവിടുത്തെ പല മേഖലയിൽ പ്രവർത്തിക്കുന്നവരും. അവിടെ വീടുകളിലാണ് ഞാൻ എല്ലാ വർഷവും പോയി താമസിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ പോയിട്ട് വരുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങളോടും നമ്മുടെ ഈ സഭ എന്ന് പറയുന്ന ഈ വ്യവസ്ഥിതിയുടെ നന്മകളോടും നമുക്ക് ആദരവ് തോന്നുന്നു. കാരണം ആരും പറഞ്ഞു കൊടുക്കാനില്ലാത്തത് കൊണ്ട് അവിടെ കുത്തെഴിഞ്ഞൊരവസ്ഥയാണ്. 19 വർഷമായി ഞാൻ കല്യാണം കഴിച്ച് താമസിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ ഭൂരിഭാഗവും ചോദിച്ചിട്ടുണ്ട്, ഫോർ ദ ലാസ്റ്റ് 19 ഇയേഴ്സ് നിങ്ങൾക്ക് എങ്ങനെ ടോളറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ചോദിക്കുന്നത് ഒരു ഭാര്യയെ. കാരണം അവർക്കത് മനസ്സിലായിട്ടില്ല. ഈ ഒരു സഹനത്തിൻ്റെ ഡയമെൻഷൻ തുടരുന്നത് ഇത്തരത്തിലുള്ള പരിശീലനം കൊണ്ടാണ്. പിന്നെ ഏത് കാര്യത്തിനും പരാതികൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഇതൊന്നും നമുക്കൊരു എന്താ പറയുന്നത്, ഒരു ക്വസ്റ്റ്യനർ കൊടുത്ത് ഇതിൻ്റെ ഗുണമാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പം കൈലാസ് സാർ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും പണ്ടുണ്ടായിരുന്ന കുടുംബങ്ങളിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു പോകുന്ന ഒരു മേഖല അവിടെ തന്നെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ അങ്ങനെ ഒരു സിസ്റ്റം മാറി പുതിയൊരു സിസ്റ്റത്തിലേക്ക് വന്നപ്പോൾ, ഒരു വികസനത്തിൻ്റെ കാഴ്ചപ്പാടിലേക്ക് വന്നപ്പോൾ, ശരിക്കും പിന്നെ വികസന ദോഷമെന്ന് വേണേൽ വിളിക്കാം. വികസനം വരുമ്പോൾ അതിൻ്റെ ഒരു ദോഷമുണ്ട്. എനിക്ക് ഇത്രയും വയറില്ലായിരുന്നു, കാറ് മേടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വയറ് കൂടി, പക്ഷെ ഞാൻ എക്സസൈസ് ചെയ്യണം എന്ന് പറഞ്ഞ പോലെ കുടുംബത്തിന് ഇത്രയും പ്രതിസന്ധിയും പ്രശ്നങ്ങളും കൂടുതൽ വരുമ്പോൾ നമ്മളതിന് മറുമരുന്ന് ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രക്രിയ നമ്മൾ തുടർ പ്രക്രിയയായിട്ട് തുറന്നുകൊണ്ടിരിക്കണം. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യവും. ജേക്കബ് ജോബ് സാറിന് ഇതിനോട് ചേർത്ത് പറയാനുള്ളത് പറയാം. അതാ നമ്മളിപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ഈ പറയുന്ന കുടുംബ പ്രശ്നങ്ങൾ കൂടുന്നു എന്ന് പറയുന്നത് ഇന്നത്തെ യുവത്വത്തിൻ്റെ ഇടയിലാണ്. ബഹുഭൂരിപക്ഷവും അണുകുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളാണ്. മുൻകാലങ്ങളിൽ ഏറെ കുഞ്ഞുങ്ങളുണ്ടായിരുന്ന കൂട്ടുകുടുംബ വ്യവസ്ഥതയിൽ ഈ പിച്ച വെച്ച് നടക്കുന്ന കുഞ്ഞു മുതൽ വയോവൃദ്ധരായ ആളുകൾ വരെ ഒരു കുടുംബത്ത് മേൽനോട്ടം വഹിക്കാനും ഒട്ടേറെ കണ്ണുകളും കാതുകളും കുഞ്ഞുങ്ങളെ വളർച്ചയുടെ ഘട്ടം മുതൽ വീക്ഷിക്കാനും ഉണ്ടായിരുന്നു. അത് നമുക്ക് നഷ്ടപ്പെട്ടപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗം, ഞാനിപ്പോൾ വനിതാ കമ്മീഷൻ ഡയറക്ടർ ആണെങ്കിൽ പോലും പറയട്ടെ, സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ സ്ത്രീ സമത്വത്തിൻ്റെതായ ഒരു കാലഘട്ടം ഏറ്റവും ഏറെ എൻജോയ് ചെയ്യുന്ന യുവതലമുറയിൽ വനിതകൾ സ്വയം പ്രാപ്തിയിലെത്തി എന്നുള്ളത് കുടുംബജീവിതത്തിൽ സഹനത്തിൻ്റെ ശേഷി കുറയ്ക്കുന്നുണ്ട് എന്നുള്ളൊരു വലിയ യാഥാർത്ഥ്യം നമ്മുടെ കുടുംബങ്ങളിപ്പോൾ ഉണ്ട്. സാമ്പത്തികമായി ഭർത്താവിനെ പോലെ തന്നെ ഞാനും സമ്പാദിക്കുന്നവളാണ് എന്ന ഒരു അഹംഭാവം പല കുടുംബങ്ങളിലെയും അരക്ഷിതാവസ്ഥയ്ക്കൊരു കാരണമായി തീരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് നേരിട്ടറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കേരളത്തിലൊട്ടാകെ നമുക്കതറിയാം. ആ മാറ്റം നല്ലതാണ്. കാരണം പക്ഷേ സ്വന്തം കാലിൽ നിൽക്കാനുള്ള തൻ്റെ ഇടവും പുരുഷനോടൊപ്പം തുല്യതയും നമ്മൾ സ്ത്രീക്ക് സമൂഹം കൊടുക്കണം. പക്ഷേ അത് കുടുംബത്തിലെ പഴയ മുൻകാല നമ്മുടെ വല്യപ്പന്മാരും അമ്മമാരും ഒക്കെ നമുക്ക് കാട്ടിത്തന്ന, വല്യമാരും ഒക്കെ കാട്ടിത്തന്ന ആ സഹനത്തിൻ്റെ അന്തരീക്ഷം കുടുംബത്തിൽ നിന്ന് മാറുമ്പോൾ കുടുംബം സമരസപ്പെട്ടു പോകാനുള്ളൊരു അവസരം നഷ്ടപ്പെടുത്തും. അത് നമ്മുടെ ഇന്നത്തെ ആധുനിക തലമുറയിലെ വിവാഹ ജീവിതത്തിൽ താളപ്പിഴകൾ ഏറെ ഉണ്ടാക്കുന്നുണ്ട്. സ്ത്രീ ശാക്തീകരണം ഒരു പരിധിവരെ ഈ പറഞ്ഞ കണക്ക് കണമല സാർ പറഞ്ഞ കണക്ക് വികസനം വരുമ്പോൾ അതിൻ്റേതായ ദോഷങ്ങളുണ്ടാകും. സ്ത്രീ ശാക്തീകരണം നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ്. പക്ഷേ അതിൻ്റെ പരിധിക്കപ്പുറത്തേക്ക് അത് ആസ്വദിക്കാൻ പോവുകയും
പരിധിക്കപ്പുറത്തേക്ക് വിട്ട് കുടുംബജീവിതത്തിൽ തൻകാര്യപ്രാപ്തി നേടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന യുവതികളുടെ എണ്ണവും അതിനെ അതേ നിലയിൽ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന യുവാക്കളുടെ എണ്ണവും കൂടി. പണ്ട് കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുണ്ടായാൽ പറഞ്ഞു തീർക്കാൻ ഒട്ടേറെ മാതാപിതാക്കളും മുതിർന്നവരും കാരണവന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. ഈ കൗൺസിലിങ്ങിൻ്റെ ഒക്കെ ഫലം അന്ന് തത്വത്തിൽ നമ്മുടെ കുടുംബങ്ങളുടെ സത്യത്തിൽ എല്ലാവർക്കും കിട്ടിയിരുന്ന അങ്ങനെ പുറത്തുനിന്നൊരു ബാഹ്യശക്തി ഇടപെട്ടല്ല അത് തീർക്കുന്നത്. ആ കുടുംബങ്ങളിൽ തന്നെ ഒട്ടേറെ ആളുകൾ ബന്ധുമിത്രാദികളൊക്കെ കൂടി അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കും. കുടുംബത്തിൽ നിന്നും പ്രശ്നമുണ്ടായിരുന്നു, ആദ്യകാലം മുതൽ 2 വ്യക്തികൾ ഒന്നിച്ചാൽ അതിൽ പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അന്നുണ്ടായിരുന്ന കുടുംബ സംവിധാനം നമുക്ക് ഇന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഇത്തരം കോഴ്സുകളും തുടർ കോഴ്സുകളും. അത് വീണ്ടും ഞാൻ അടിവരയിട്ട് പറയട്ടെ, നമ്മൾ ഇതുകൊണ്ട് നിർത്തി 5 വർഷം കഴിഞ്ഞ് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ പോരാ. എല്ലാ വർഷവും കുടുംബജീവിതത്തിൽ ഒരു പുനർചിന്തനം നമ്മൾ നടത്തേണ്ടതുണ്ട്. സഭ അക്കാര്യത്തിൽ മുൻകൈ എടുക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്. കാരണം വിവാഹം കഴിഞ്ഞ് ഞാൻ പറഞ്ഞ 4 ദിവസത്തിന് ഉള്ളിൽ വിവാഹമോചനത്തിന് വേണ്ടി വന്നു എന്ന് ജോയി സാർ പറയുമ്പോൾ പറയട്ടെ, പിറ്റേ ദിവസം രാവിലെ ഇവൻ എനിക്ക് പറ്റിയവനല്ല എന്ന് പറഞ്ഞ് വന്ന പെൺകുട്ടി എൻ്റെ മുമ്പിലിരുന്നു. വിവാഹ ജീവിതത്തിലെ ലൈംഗികത എന്താണെന്ന് അറിയാൻ മേലാത്ത, അടിസ്ഥാനപരമായ അറിവില്ലാത്ത പെൺകുട്ടി, ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചവളാ, എംടെക്കുകാരി പെൺകുട്ടി. വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ടല്ല, പക്ഷേ വിവരക്കുറവ് അത് നമുക്കുണ്ട്. അത്തരം കാര്യങ്ങളെ കുടുംബ ബഡ്ജറ്റിനെ കുറിച്ച് എന്നെയും കുഞ്ഞു സാർ ക്ലാസ് എടുത്ത് ഞാൻ കേട്ടു. എനിക്ക് സത്യത്തിൽ കൈലാത്തിനെ പോലെ തന്നെ ഞാനും ഈ വിവാഹപൂർവ്വ കൗൺസിലിംഗ് പങ്കെടുക്കാൻ അവസരം കിട്ടാത്തൊരു ഹതഭാഗ്യനാണ്. വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വനിതാ കമ്മീഷൻ നടത്തിയപ്പോഴും ഇതുപോലെയുള്ള നമ്മുടെ കൗൺസിലിങ്ങുകളെ അല്ലെങ്കിൽ ഈ ക്യാമ്പുകളെ പുറത്തു നിന്ന് വീക്ഷിക്കുമ്പോഴും ഒക്കെ എനിക്ക് നഷ്ടപ്പെട്ട എത്രയോ വലിയ അവസരമായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നത് ഇപ്പോഴും തിരിച്ചറിയുന്നു. 27 കൊല്ലം കുടുംബയോഗം നയിച്ച എനിക്ക് പോലും ഇപ്പോഴും അതൊരു നഷ്ടബോധമായി പര്യവശേഷിക്കുന്നു എങ്കിൽ, ഇന്നത്തെ അണുകുടുംബങ്ങളിലെ മാതാപിതാക്കൾ ശ്രദ്ധിക്കാനില്ലാതെ വളരുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് ഞാനത് എടുത്തു പറയട്ടെ, വീണ്ടും പറയാം. അണുകുടുംബങ്ങളുടെ ദോഷത്തെക്കുറിച്ച് ഞാൻ ഇത് അനവസരത്തിലാണെങ്കിലും പറയാതിരിക്കാൻ ഗതിയില്ല. അണുകുടുംബങ്ങൾ വളരെയേറെ വലിയ ദോഷം നമ്മുടെ കുടുംബങ്ങൾ ചെയ്യുന്നു. മാതാപിതാക്കൾ 2 പേരും ഉദ്യോഗസ്ഥരായിരിക്കുക, കുഞ്ഞുങ്ങൾ ആരുടെയൊക്കെ കൈകൾ കൂടിയാണ് ഈ വളർച്ചയുടെ ഘട്ടത്തിൽ കടന്നു പോകുന്നതെന്ന് അറിയാൻ മേലാത്ത, അല്ലെ ശ്രദ്ധിക്കാത്ത, മനഃപൂർവ്വം അതിനെ അവഗണിക്കുന്ന മാതാപിതാക്കൾ. ഈ കുഞ്ഞുങ്ങളെ ആരാണ് പരിപാലിക്കുന്നത്? നമുക്ക് എത്രയും വേണ്ടപ്പെട്ടവർ നമ്മൾ വിചാരിക്കുന്നവർ പോലും അവരെ ദുരുപയോഗം ചെയ്യുന്ന കാലഘട്ടം. വളർന്നു വരുന്ന ഇന്നത്തെ ഈ അണുകുടുംബങ്ങളിലെ ഒറ്റയാനും പെട്ടയാളും ഒക്കെ ആയിട്ട് വളർന്നു വന്ന കുഞ്ഞുങ്ങൾ, അവരിൽ ബഹുഭൂരിപക്ഷവും അത്തരത്തിൽ ഒരു അരക്ഷിതാവസ്ഥയിൽ കൂടി വളർന്നു വന്ന കുഞ്ഞുങ്ങളാണ്. ആ അരക്ഷിതാവസ്ഥ അവരുടെ ജീവിതത്തിൽ ഉടനീളം തുടരുകയാണ്. അങ്ങനെ തുടരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത്തരം കോഴ്സുകൾ അനിവാര്യമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 3 ദിവസത്തെ ക്യാപ്സ്യൂൾ കോഴ്സ് ആകട്ടെ, അതുകൊണ്ട് തന്നെ കിട്ടുന്നത് ഒരു വലിയ ഘടകമാണ്. അത് നമ്മൾ ഉള്ളത് അതിൻ്റെ വ്യാപ്തി കൂട്ടുക, അത് പുനരാവർത്തനം നടത്തുക. അനുദിന ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളൊന്നുമില്ല. പരിഹരിക്കാൻ ഇന്ന് കുടുംബങ്ങൾ മറ്റാളുകളില്ല, കുടുംബാംഗങ്ങളില്ല എന്നുള്ള ഒരു ലിമിറ്റേഷൻ നമ്മൾ കണക്കൂട്ടിക്കൊണ്ട് വേണം ഇത്തരം പരിശീലനങ്ങളിലും കൗൺസിലിങ്ങൾ, തുടർ കൗൺസിലിങ്ങൾ, ഫാമിലി കൗൺസിലിംഗ് നമ്മളെ ഇടവകളുടെ നേതൃത്വത്തിൽ തന്നെ എല്ലാ കുടുംബങ്ങളെയും വ്യക്തിപരമായി സമീപിച്ച് നടത്തേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്.